ഫെബ്രുവരി 28 മുതൽ പശ്ചിമേഷ്യയിൽ ശക്തി പ്രാപിച്ച സംഘർഷം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഒരു വ്യാപക പ്രാദേശിക യുദ്ധത്തിന്റെ രൂപം കൈക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ഇറാൻ-ഇസ്രായേൽ ഏറ്റുമുട്ടലായി വിലയിരുത്തപ്പെട്ട ഈ പോരാട്ടം ഇപ്പോൾ ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഭൂരാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ലഭ്യമായ കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇതിനകം വിന്യസിക്കപ്പെട്ടു. ഇതിൽ ഭൂരിഭാഗവും ഗൾഫ് സഹകരണ കൗൺസിലിലെ രാജ്യങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ, തുറമുഖങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെതിരെ നടന്ന ആക്രമണങ്ങൾ ഈ യുദ്ധത്തിന്റെ ദിശ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആക്ലഡ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നൂറുകണക്കിന് ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സാധാരണ ജനജീവിതത്തെയും വലിയ തോതിൽ ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനിടെ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി പോലുള്ള പ്രധാന LNG കേന്ദ്രങ്ങൾക്കും UAEയിലെ ഗ്യാസ് ഫീൽഡുകൾക്കും നേരെയുണ്ടായ ആക്രമണങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെ നേരിട്ട് ബാധിച്ചു. ഈ തടസ്സങ്ങൾ ലോകത്തിലെ എണ്ണവാതക വിതരണ ശൃംഖലകളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും വിലക്കയറ്റത്തിനും വ്യാപാര പ്രതിസന്ധികൾക്കും വഴിവെക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ഈ ഒരു സംഘർഷം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടലിൽ ഒതുങ്ങാതെ ഊർജ്ജ സുരക്ഷ, ആഗോള വ്യാപാരം, സാമ്പത്തിക സ്ഥിരത എന്നിവയെ ഒരുമിച്ച് ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ ഈ അവസ്ഥ തുടർന്നാൽ അതിന്റെ പ്രത്യാഘാതം ലോക സമ്പദ് വ്യവസ്ഥയിലുടനീളം കൂടുതൽ ശക്തമായി അനുഭവപ്പെടുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം.